ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സൈഡ് ഓപ്പൺ വരുന്ന ഒരു കുർത്തയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ മെറ്റീരിയലാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് 1.5 മീറ്ററൊക്കെ ഉള്ളെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കുർത്ത നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതാദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് മടക്കി. അതായത് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊന്ന് ഫോൾഡ് ചെയ്യുക. അതായത് ആദ്യം നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ നമുക്ക് എത്ര വീതിയിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണയായിട്ട് എൻ്റെ കുർത്തയ്ക്ക് എടുക്കുന്ന ഒരു വീതി എന്ന് പറയുന്നത് 11 ഇഞ്ചസാണ്. ആ ഒരു 11 ഇഞ്ചസ് ഞാൻ എടുക്കാനുള്ള കാര്യം, എനിക്ക് ഇച്ചിരി വിരിവിൽ വേണം. എൻ്റെ ഈ ഒരു കുർത്തയുടെ കുർത്ത എനിക്ക് അത്യാവശ്യം ഒരു വിരിവിൽ വേണ്ടത് കൊണ്ട് ഞാൻ 11 ഇഞ്ചസാണ് എടുക്കാറ്. പിന്നെ എൻ്റെ കുർത്തയുടെ ലെങ്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 46-47 ഒരു ഇഞ്ചസാണ്. അതൊന്ന് മടക്കി തയ്ക്കുന്നതും കൂടെ കൂട്ടി ഞാൻ 46-47 ഇഞ്ചസാണ് എടുക്കാറ്. ഒരു 46 മതിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിഡ്ത്ത് ഏതാണ്, നിങ്ങളുടെ ലെങ്ത് ഏതാണ്, അത് മനസ്സിലാക്കി വേണം നിങ്ങളിങ്ങനെ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നമ്മുടെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാതെ ആദ്യമേ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യാറ്. എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നമ്മൾ സാധാരണ അളവെടുത്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ജസ്റ്റ് നമ്മുടെ ലെങ്തും വിഡ്ത്തും മാത്രം നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കുർത്തയുടെ ഫ്രണ്ട് പോർഷനും ഉണ്ട്, ബാക്ക് പോർഷനും ഉണ്ട്. അത് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ എനിക്ക് എവിടെയാണോ സ്ലിറ്റ് വേണ്ടത് ഞാൻ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഞാൻ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19 ഇഞ്ചസിലാണ്. ഇപ്പോൾ ചിലവർക്ക് 18 ആയിരിക്കും, ചിലവർക്ക് 20 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ സ്ലിറ്റ് തുടങ്ങേണ്ടത് അവിടെ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നെക്ക് പോർഷനായിട്ട് ഈ ഒരു മാർക്ക് ചെയ്യുന്നത്. ഞാൻ ബാക്ക് നെക്ക് എടുക്കുന്നത് 5 ഇഞ്ചസാണ്. ബാക്ക് നെക്ക് 5 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസുമാണ് ഞാൻ എടുക്കാറ്. ഞാനിത് നമ്മുടെ നല്ല പോർഷനിലിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം ഇത് സാധാരണ ഞാൻ തയ്ച്ച പാടെ ഇടാറില്ല, പുതിയ മെറ്റീരിയൽ അല്ലേ. അപ്പം എനിക്ക് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല പോർഷനിൽ തന്നെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടക്കിയിട്ട് നമ്മുടെ മോശം പോർഷൻ ഏതാണോ വരുന്നത്, ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതിയേ. അതിനുശേഷം എൻ്റെ എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചസാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കുക. അങ്ങനെ 3 ഇഞ്ചസ് എൻ്റെ വീതിയും എൻ്റെ നെക്കിൻ്റെ വീതിയും ലെങ്ത് വരുന്നത് 5 ഇഞ്ചസുമാണ്. അതിനുശേഷം ഞാൻ ബാക്ക് നെക്ക് നമ്മൾ റൗണ്ട് പോലെ നോർമലി എടുക്കുന്ന ആ റൗണ്ട് പോലത്തെ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ വി പോലെ പോകുന്ന പോലത്തെ ഇതുപോലൊരു നെക്കാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് നെക്കാണോ വേണ്ടത്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, ലെങ്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാവുള്ളൂ. കാരണം പലവരുടെ അളവ് പല രീതിയിലായിരിക്കും. ഞാനിവിടെ പറയുന്ന അളവുകളൊക്കെ ഒരു മീഡിയം സൈസിൻ്റെ ആയിരിക്കുമേ. പിന്നെ അടുത്തതായിട്ട് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത് ഷോൾഡറിൻ്റെ വിഡ്ത്താട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു വീതിയുള്ള ഷോൾഡറാണ് പൊതുവേ താല്പര്യം. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചസാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ വിഡ്ത്ത് വേണ്ടത് അതുപോലെ നോക്കുക. പിന്നെ അതിനുശേഷം എൻ്റെ ആം ഹോളിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചസാണ്. 6.5 ഇഞ്ചസ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിൽ നിന്നും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊരു വര ഇട്ട് കൊടുക്കുക. കാരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കളം പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്നില്ലേ, അതായത് ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഞാൻ ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബാക്ക് പോർഷൻ, നമ്മുടെ കൈയുടെ ബാക്ക് പോർഷൻ, ആം ഹോളിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അളവെടുത്താൽ മതി. ഫ്രണ്ട് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചസും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനെ മടങ്ങിയിരിക്കത്തില്ലേ, ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ടത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇതിലങ്ങനെ ചെയ്തില്ലായിരുന്നു. ഞാൻ പൊതുവെ എളുപ്പപ്പണിക്ക് ഒറ്റ രീതിയിൽ അങ്ങ് വെട്ടത്തേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളൊരു കുർത്തയുടെ വീഡിയോയും കൂടെ ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് ഒരു 12 ഇഞ്ചസ് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ വരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ വേസ്റ്റിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത് 9.5 ഇഞ്ചസാണ്. അത് കുറച്ച് വീതിക്ക് തന്നെ എടുക്കുന്നത് കേട്ടോ, കറക്റ്റല്ല. ഞാൻ ഇച്ചിരി ഒരു ലൂസ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ വരുന്നത് അത് മെൻഷൻ ചെയ്ത് അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നത് പോലെ അത് നമ്മുടെ ഒരു ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് നമ്മളിത് ഈ ഒരു രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ടോട്ടലായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ എൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന രീതി കാണുമ്പോൾ വിചാരിക്കും ഇവളെന്ത് തേങ്ങയെ കാണിക്കുന്നതെന്ന്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, ബാക്ക് നെക്കാണ് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം നമ്മുടെ ബാക്കി മെഷർമെൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഞാനിങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ കാര്യങ്ങൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എന്നാലും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പാകത്തിന് എന്തെങ്കിലും എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇപ്പം നമ്മുടെ ആ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നെക്കിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ വരുന്ന ആ ഒരു മെറ്റീരിയൽ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന ആ ഒരു പോർഷനാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ആ മെറ്റീരിയലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തയുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സ്ലീവ് ആട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് തൽക്കാലം മടക്കി അങ്ങോട്ട് സൈഡിലോട്ട് വെക്കാം. ലൈനിങ് കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇപ്പം സ്ലീവ് എടുക്കുവാണ്. സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചസാണ്. ഞാനൊരു 15-16 ഇഞ്ചസിലാണ് സാധാരണയായിട്ട് എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കാറ്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻ പോർഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര ഇഞ്ചസാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു 5.5-6 ഇഞ്ചസൊക്കെ ആട്ടോ വരാറ്. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഒരു ആം ഹോളിൻ്റെ പോർഷൻ ഇല്ലേ, അവിടെ എനിക്ക് വരുന്നത് ഇത് നമ്മുടെ അതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചസ് ആട്ടോ. അങ്ങനെ 9.5 ഇഞ്ചസ് എടുത്തിട്ട് അതിൻ്റെ താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി. സ്ലീവ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രീതിയിലെടുക്കുക. ഇപ്പോൾ ചിലവർക്ക് ഫുൾ സ്ലീവ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുഞ്ഞ് സ്ലീവ് ആയിരിക്കും. ഇത് നമ്മുടെ ഒരു 3/4 സ്ലീവാട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലെങ്ത് വരുന്നത് 15 ഇഞ്ചസ്, വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് നോക്കി, അത് വിഡ്ത്ത് നമ്മുടെ മുകൾ പോർഷനിൽ വരുന്നത് 9.5, താഴെ വരുന്നത് ഒരു 6 ഇഞ്ചസും ആയിരിക്കും. അതിനുശേഷം ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ ലൈനിങ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ആം ഹോളോ നെക്കോ ഒന്നും ഞാൻ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മുടെ കുർത്തയുടെ ലെങ്തും വിഡ്ത്തും എത്രയാണോ അതനുസരിച്ച് ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ ഈ ഒരു കുർത്തയുടെ മെയിൻ ആ ഒരു തുണിയുണ്ടല്ലോ, ആ തുണിയും നമ്മുടെ ഈ ഒരു ലൈനിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ ആ ഒരു പിൻ ചെയ്യാൻ നമുക്ക് കിട്ടുമല്ലോ, അത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം രണ്ടും കൂടി മുഴുവനായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും കൂടെ അല്ലാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഇതങ്ങനെ ഒരു പ്രശ്നമേ വരത്തില്ല. നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ഒരിച്ചിരി ഇത് കൂട്ടി അടിക്കുന്ന ഒരു മെനക്കേടെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് മുന്നോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല, അല്ലാതെ തയ്ക്കുന്ന പോലെയാണ്, അത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പിന്നെ ലൈനിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊതുവെ എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത് ഇതാട്ടോ. ഇനി നമ്മൾ നെക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു തുണി എടുക്കുക. അപ്പം നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും നോക്കിയതിന് ശേഷം അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം നമ്മൾ ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ആ ഒരു മെറ്റീരിയലിൻ്റെ 3 സൈഡും നമ്മൾ മടക്കി അടിക്കുക. കാരണം നമുക്ക് പിന്നീട് ഹെമ്മിങ് ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ 3 സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തയ്ച്ചെടുത്തേക്കുന്ന എക്സ്ട്രാ തുണിയുണ്ടല്ലോ, അത് നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ആ നെക്കിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് നെക്കൊന്ന് കാണിക്കാം കേട്ടോ. കാരണം ഫ്രണ്ട് നെക്കിൻ്റെത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് 3 സൈഡ് അടിച്ച് പിന്നെ അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമ്മുടെ ആ നെക്ക് ഓൾറെഡി നമ്മുടെ ആ നെക്കിൻ്റെ നമ്മളവിടെ ആ ഒരു രീതിയിൽ നേരത്തെ നമ്മുടെ ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അതിനുശേഷം നമ്മളിങ്ങനെ പുറത്ത് കൂടി എക്സ്ട്രാ ആയൊരു തുണി ഉണ്ടല്ലോ, നമ്മുടെ നെക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള തുണി, അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുക.
ആ റൗണ്ടിൽ പതുക്കെ തയ്ച്ചു കൊടുക്കണം. ഷേപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു രസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ പാകത്തിന് പതുക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എക്സ്ട്രാ നമുക്ക് നിൽക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് മടക്കി അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും. ഇപ്പോൾ ചിലവർക്ക് സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ലൈനിങ് ഡയറക്റ്റ് ആയിട്ട് വെച്ച് മടക്കി തിരിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. ഞാൻ ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് തോന്നി. അതുകൊണ്ടായിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സമയമെടുക്കും. പക്ഷേ സംഭവം നന്നായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇതേ നമ്മൾ നെക്ക് മടക്കി അടിച്ച് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി സ്ലീവൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ലീവും പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ അളവും തമ്മിൽ ഒന്ന് നോക്കുക, കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലാസ്റ്റ് സ്ലീവ് തയ്ക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ രണ്ടിൻ്റെയും മെഷർമെൻറ്റ് കറക്റ്റായിട്ടാണോ വരുന്നതെന്നുള്ളത് ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് നോക്കുക. അതിനുശേഷം രണ്ടും കൂടെ നമ്മളിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുർത്തയുടെ ഏകദേശം ഒരു 75% പരിപാടികൾ നമ്മൾ ചെയ്ത് തീർക്കും. അപ്പോൾ അതായത് നമ്മളിവിടെ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഡബിൾ സ്റ്റിച്ചൊക്കെ ഇടണം കേട്ടോ. ഒറ്റ സ്റ്റിച്ച് ഇടാരുത്, 1, 2, 3 സ്റ്റിച്ച് ഇടണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏത് വീതിയാണോ ഇഷ്ടം, എനിക്കധികം വീതി ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഇപ്പോൾ വീതി കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കുർത്ത ഇങ്ങനെ 2 പോർഷനും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ കൂടെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പോയായിരുന്നു. നമ്മുടെ ആ ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയായിരുന്നേ. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ദേ ഞാനിവിടെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു പോർഷനിൽ ഇത് ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ സ്ലിറ്റ് ഇങ്ങനെ മടക്കി വൃത്തിക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലിറ്റ് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാര്യങ്ങൾ വരരുത്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചുളിവ് പോലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം നല്ല ചുളിവുകളൊന്നും വരാതെ കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ലോക്ക് ഇട്ടേക്കുന്ന ആ ഒരു പോർഷനില്ലേ, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് തിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ മടക്കുക. പിന്നെ ഈ ചെറുതായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, തിരിക്കുക, വീണ്ടും മടക്കുക, സ്റ്റിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ചിലവർക്ക് ഇപ്പോഴും സ്ലിറ്റിൻ്റെ കാര്യം ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നമുക്ക് സ്ലിറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ലിറ്റ് ഇടുമ്പം വലിച്ചു പിടിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുർത്തയുടെ പരിപാടികൾ. നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഇടുമ്പം 2 തവണ ഒന്നും കൂടെ ഈ അരികത്തു കൂടി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.